നമസ്കാരം. ജ്യോതിഷപ്രകാരം ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതായ സമയമാണ് ഇത്. ബുധൻ കർക്കിടകം രാശിയിൽ വക്രഗതിയിൽ സഞ്ചാരം ആരംഭിക്കുകയാണ്, അഥവാ ആരംഭിച്ചിരിക്കുകയാണ് എന്ന് പറയാം. ബുധന്റെ തിരിഞ്ഞുള്ള ഈ സഞ്ചാരം പല രാശികളെയും പല വിധത്തിൽ സ്വാധീനിക്കും. എന്നിരുന്നാൽ പോലും ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് പൊതുഫലത്താൽ ശുഭഫലങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. വക്രഗതിയിലുള്ള ബുധന്റെ സഞ്ചാരത്താൽ ഈ രാശിക്കാർക്ക് ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും, അഥവാ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ആ രാശിക്കാരെ കുറിച്ച് വിശദമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് കന്നി രാശിയാകുന്നു. കന്നി രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ബുധന്റെ വക്രഗതിയിലുള്ള ഈ സഞ്ചാരം ഗുണകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന കാര്യം നിസ്സംശയം പറയാം. ഈ സമയം ഈ രാശിക്കാർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ വരുമാനം ഇരട്ടിക്കുവാനുള്ള സാധ്യതകൾ ഇവർക്ക് കൂടുതലാകുന്നു. ലാഭം എന്നിവയുമായി ബന്ധപ്പെട്ട, അഥവാ നിങ്ങളുടെ വരുമാനം, ലാഭം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ഈ മാറ്റം നടക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക്, അഥവാ ഈ രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ധനപരമായ നേട്ടങ്ങൾ, അഥവാ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ, സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പുതിയ വരുമാന സ്രോതസ്സുകൾ മുൻപിൽ തെളിയുകയോ ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകളിൽ നിന്നോ അല്ലെങ്കിൽ ധനപരമായ ചില സഹായങ്ങൾ ലഭിക്കുകയോ ചെയ്യുന്ന സമയമാണ് എന്ന് പറയാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്പം ആശ്വാസം ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പ്രധാനമായും കടബാധ്യതകൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാനോ സമയം നീട്ടി കിട്ടുവാനോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഉദ്യോഗസ്ഥരായ കന്നി രാശിക്കാർക്ക് ഈ സമയം ബുദ്ധി വർദ്ധിക്കുകയും, അഥവാ ബുദ്ധി വൈഭവത്താൽ പല കാര്യങ്ങളിലും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുവാനും മികവ് കൂടുതലായി പ്രകടിപ്പിക്കുവാനും സാധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. കൂടാതെ പല വ്യക്തികളുടെയും പ്രീതിക്ക് പാത്രമാകുവാനും സാധ്യത കൂടുതലാകുന്നു. കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം പുതിയ ജോലി അവസരങ്ങൾ വന്നു ചേരുക, അത്തരം കാര്യങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരു പരിധിവരെ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയം കൂടിയാണ് ഇത്. അതിനാൽ ലാഭം നേടുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ലാഭം വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. നിക്ഷേപങ്ങളിലൂടെ ധനപരമായ നേട്ടങ്ങൾ, ചില സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ചില തർക്കങ്ങൾ അത് രമ്യതയിൽ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചില തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ആ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് വ്യവഹാരങ്ങൾക്ക് പോകാതെ പറഞ്ഞു തീർക്കുകയോ രമ്യതയിൽ പരിഹരിക്കുകയോ ചെയ്യുന്നതാണ് ശുഭകരം. ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നു എന്ന് വരാം. പ്രതീക്ഷിക്കാത്തതായ ചില ശുഭവാർത്തകൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പല നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റൊരു രാശി ഇടവം രാശിയാകുന്നു. ബുധന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം ഇടവം രാശിയിലുള്ള വ്യക്തികൾക്ക് അനുകൂലമായി തീരുന്നതായ സമയമാണ് എന്ന് പറയാം. ബുധൻ നിങ്ങളുടെ മൂന്നാമത്തെ ഭാവത്തിലാണ്, അഥവാ ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതലാകുന്നു. പ്രധാനമായും ധൈര്യം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആത്മധൈര്യം വർദ്ധിപ്പിക്കുവാനും പല കാര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും സാധിച്ചു എന്ന് വരാം. ജോലി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഠിനാധ്വാനവും പരിശ്രമവും ഫലം കാണും എന്ന കാര്യവും ഓർക്കുക. കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വിജയത്തിൽ എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട്
മികവ് പുലർത്തുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. പലവിധ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്. മനസ്സിൽ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് എന്ന് ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ചെറുകിട കച്ചവടവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ അനുകൂലമാവുകയോ ലാഭം അല്പം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കുകയോ ചെയ്യാം. ഈ സമയം പല വ്യക്തികളിൽ നിന്നും സഹായം, പിന്തുണ ലഭിക്കുന്നതാകുന്നു. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് സഹായങ്ങളും സഹകരണങ്ങളും ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് രമ്യതയിൽ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. പൊതുവിൽ നിങ്ങൾക്ക് ഈ സമയം അനുകൂലം തന്നെയാകുന്നു. തുലാം രാശിയിൽ ജനിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ബുധന്റെ വക്രഗതിയിലുള്ള ഈ സഞ്ചാരം വളരെ അനുകൂലമായ ഫലങ്ങൾ, ശുഭകരമായ ചില കാര്യങ്ങൾ നൽകും എന്ന കാര്യം ഓർക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തുലാം രാശിയുടെ കർമ്മഭാവത്തിലാണ് ബുധൻ വക്രഗതിയിലുള്ള സഞ്ചാരം ആരംഭിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ഈ സമയം പ്രധാനമായും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ അനുകൂലമായി തീരും എന്നതാണ് വാസ്തവം. ഈ കാലയളവിൽ ജോലിയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ കർമ്മരംഗങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് ലാഭം, അല്പം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ട് കർമ്മരംഗത്ത് ശോഭിക്കുവാനുള്ള അവസരങ്ങൾ, തൊഴിൽ ലഭിക്കാനുള്ള അവസരങ്ങൾ, തൊഴിൽ മാറാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. വാഹനം, അതേപോലെ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ചില ഞെരുക്കങ്ങൾ, സാമ്പത്തികപരമായ ചില പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടായി എന്ന് വരാം. എന്നാൽ അതൊരു പരിധിവരെ തടഞ്ഞ് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അല്പം അഭിവൃദ്ധി വന്നു ചേരാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്പം ആശ്വാസം, അല്ലെങ്കിൽ അല്പം കടമെങ്കിലും വീട്ടുവാൻ സാധിക്കുക, സമയം നീട്ടിക്കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സമ്പാദ്യം തുടങ്ങിയ കാര്യങ്ങൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ജോലി സ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുകയും അത് ഭംഗിയായി തന്നെ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാനും മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കുവാനും സാധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. അംഗീകാരങ്ങൾ തേടിയെത്താം. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് പറയാം. എന്നാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു. ശത്രുക്കളെ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക.